ബ്രോ ഒരു കടി പോയി ഫ്രൂട്ട്സ് മോസ്റ്റിക്ക് ഇതൊക്കെ എന്ത് ഞാൻ ചെയ്താൽ കാണിച്ചു തരാം. എൻ്റെ ഇപ്പോൾ എക്സ്പേർട്ടായ രണ്ടാൾക്കാരും പാടാണ് കൂട്ടിക്കണം. അടി കിട്ടൂല എന്ന പ്രതീക്ഷ. ഓല് ഇതിനൊക്കെ എക്സ്പേർട്ടാണ്. നമുക്ക് എന്തായാലും പോയാണ്ട് നോക്കാം. അങ്ങനെ എന്തായാലും ഞാൻ നേരെ വേങ്ങരക്കാണ്ട് ഇറങ്ങി. അവിടെയുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് കടിക്കാണ്ട് കയറിയാണ്ട് നമുക്ക് സാധനം എടുത്താണ്ട് പോകാം. അങ്ങനെ എന്തായാലും ഞാൻ ഒറ്റക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം എനിക്ക് ഒറ്റക്ക് അടി ഇട്ടില്ല, അത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ രണ്ടാൾക്ക് കയറുമ്പോൾ വിളിച്ചു. അതാകുമ്പോൾ മൂന്നാക്കുമ്പോൾ ഷെയറിന് കിട്ടും. അപ്പോൾ നമുക്ക് അടിൻ്റെ എണ്ണാണ്ട് കുറയും ചെയ്യും. അങ്ങനെ അറ്റങ്ങൾക്ക് രണ്ടാൾക്ക് പാവങ്ങൾക്ക് അറിയില്ലല്ലോ ഞാൻ ഇതിനാണ് വന്നതെന്ന്. ലാസ്റ്റ് അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഓൽക്ക് ആ പേടിയൊന്നുമില്ല. ഓല് പറഞ്ഞു നമ്മളിത് കുറേ കണ്ടതല്ലേ. അപ്പോൾ ഓല് ഇതിനെക്കാട്ടി നമ്മളെക്കാട്ടി വിളവന്മാരാണ്. എന്താ കാര്യം ഞാൻ ചെക്കന്മാരോട് നേരെ പറഞ്ഞു, നിങ്ങൾ കാക്കാനെ വല്ലാണ്ട് മാറ്റി നിർത്തി, ഞാൻ വല്ല ബാക്ക് കൂടെ വല്ല കീസിക്കാൻ ഇടാ, അതാ നല്ലത്. അറ്റങ്ങി രണ്ടാളും ഞാൻ വല്ലാണ്ട് പറഞ്ഞേച്ച്. അങ്ങനെ ഓല് ചോദിച്ചിട്ട് എന്താ വെച്ചാൽ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണല്ലോ, കേടുപാടൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ എവിടുന്ന വരേണ്ടത്. അതിൽ തന്നെ കാക്ക ഫ്ലാറ്റ് ആയി. ഏതെടുക്കണുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. അങ്ങനെയാണ് ഓല് പറഞ്ഞത് ഇതിൽ ഇമ്പോർട്ട് ചെയ്യിപ്പിച്ച സാധനം ഫ്രിഡ്ജിലുണ്ട്, അത് എടുത്തോന്ന്. ഇതിലാണ് ഒരു പൈ പറ്റിയത്. ഈ കാക്ക ജസ്റ്റ് ഒന്ന് കണ്ടുകണി. ഈ കാക്ക ചിരിച്ചാൽ നോക്കിയാണ്ട് എന്തായാലും കാക്ക കണ്ടുകണോ ഡൗട്ട് ഉണ്ട്. എന്തായാലും നമ്മൾ കാക്കൻ്റെ അടുത്ത് കണ്ട് പോയാണ്ട് നോക്കാം. എന്തായാലും കാക്ക അവിടെ ഒന്നും ചെന്ന് പറഞ്ഞിട്ടില്ല. കാക്കൻ്റെ ആ ചെറിയ തന്നെ കാണാം. പോരാഞ്ഞിട്ട് അപ്പുറത്തുള്ള ആൾ നമ്മളെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും പറഞ്ഞിട്ടില്ല. അങ്ങനെ സാധനം കൈക്കെടുത്ത് നമ്മൾ വല്ലാണ്ട് ഇറങ്ങി. അപ്പോഴാണ് ഓൻ പറഞ്ഞത് ഓല കടൻ്റെ മുന്നിൽ തന്നെ നമുക്ക് തിന്നാലും അത് ഒന്നും പാടെ വെറൈറ്റി ആവും. അങ്ങനെ ഓല കടൻ്റെ മുന്നിൽ തന്നെയാണ് തിന്നത്. അങ്ങനെ പറഞ്ഞ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ഉണ്ടാക്കി. അത്രേ ഉള്ളൂ.